കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ തകർച്ചയാണ് ഭാവിയെന്ന് M. സ്വരാജ്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. വർഗീയവാദികൾ അടിഞ്ഞാടുമ്പോൾ അരുതെന്ന് പറയാൻ, കർശന നടപടി സ്വീകരിക്കാൻ അറച്ചു നിന്നു, മടിച്ചു നിന്നു. ജനങ്ങൾ കൊടിയ യാതനകൾ അനുഭവിച്ചു. നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു. ആരും എപ്പോഴും വധിക്കപ്പെടാമെന്ന ഭയത്തോടെ ജീവിക്കേണ്ടി വന്നു. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അതല്ലേ അന്നത്തെ കേരളം? ആ നാളുകളിലേക്ക് തിരിച്ചു പോണോ? UDF എന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്ന് കേരളത്തിന്റെ സമാധാനം തകർന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ 10 കൊല്ലമായി നിങ്ങൾ നോക്കൂ, ശാന്തസുന്ദര കേരളം. പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മുറിവുകളെല്ലാം ഉണക്കി 10 കൊല്ലമായി സമാധാനം, സാഹോദര്യം, വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളാത്ത കേരളം. ഒരു വർഗീയ സംഘർഷവുമില്ല. ഈ നാടിന്റെ സമാധാനം തകരാതെ നിലനിൽക്കണ്ടേ എന്നതാണ് ചോദ്യം. അതാണ് പരമപ്രധാനം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചു വരിക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. നവകേരള എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണ്.